ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്ന സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. ഇന്ത്യയിൽ അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. തെറ്റായ ഒന്നും ചെയ്തിട്ടില്ലെന്നും സ്ഥാപകൻ പറഞ്ഞു. हेलो एवरीबॉडी, जिसका डर था वही हुआ। पहले इन लोगों ने हमारा अकाउंट हैक करने को ट्राई करा। जब इनसे हैक नहीं हुआ तो अब इन्होंने हमारा ट्विटर हैंडल इंडिया में बंद कर दिया है, बैन कर दिया है। आप सभी लोग देख सकते हैं ट्विटर पर जाकर कि हमारा कॉकरोच जनता पार्टी का ऑफिशियल ट्विटर हैंडल अभी इंडिया में नहीं दिख रहा है किसी को भी। तो मैं चाहता हूँ आप लोग सब आवाज़ उठाए और आप लोग पूछे ये अकाउंट हैंडल क्यों बैन किया गया, इससे ऐसा क्या लिखा था। हमने तो कोई गलत चीज़ नहीं लिखी थी, हम तो खाली रेजिग्नेशन मांग रहे थे मिनिस्टर का। वो स्टूडेंट ने सुसाइड की तो उसके बदले हम कुछ अकाउंटेबिलिटी चाहते थे और बदले में इन्होंने हमारा अकाउंट डीएक्टिवेट कर दिया। तो ये कहाँ की डेमोक्रेसी है? आप सभी ये सवाल पूछो। അരവിന്ദ് ഡൽഹിയിൽ ചെയ്യുന്നു. അരവിന്ദ്, തൊഴിലില്ലാത്തവരെ പാർട്ടിയെ ഉപയോഗിച്ച് ചീഫ് ജസ്റ്റിസ് നടത്തിയൊരു പരാമർശത്തിന് പിന്നാലെ ഉടലെടുത്തൊരു കൂട്ടായ്മയാണ്. പിന്നീട് അതങ്ങോട്ട് സർക്കാരിന്റെ വികസന പ്രശ്നങ്ങളടക്കം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളടക്കം തുറന്നു കാട്ടുന്ന ഒരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിലവിൽ ഇത് എക്സിൽ നിന്ന് പിൻവലിക്കാൻ മരവിപ്പിക്കുന്നതിന് കാരണമായി എക്സ് നൽകുന്ന വിശദീകരണം എന്താണ്? മറ്റ് അക്കൗണ്ടുകൾ ഇപ്പോഴും ലഭ്യമല്ലേ? സുഖലി, യാതൊരുവിധ വിശദീകരണവും ഇപ്പോൾ എക്സിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. അക്കൗണ്ട് വിത്തുകളുടെന്ന് മാത്രമാണ് എക്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചില നിയമ നടപടികളുണ്ട്, അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് എക്സ് വിശദീകരിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇതിന്റെ സ്ഥാപകന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു എന്നതാണ് സ്ഥാപകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ തെറ്റായ ഒന്നും ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, കൃത്യമായി തന്നെ ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നവർക്ക് രാജ്യസഭാ പദവി നൽകാൻ പാടില്ല, ഇതുകൂടാതെ തന്നെ പാർട്ടി മാറുന്നവർക്ക് 20 വർഷം തെരഞ്ഞെടുപ്പിന് വിലക്ക് ഏർപ്പെടുത്തണം, ഇതുകൂടാതെ തന്നെ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ പോസ്റ്റ് ചെയ്തത്. അനധികൃതമായോ അല്ലെങ്കിൽ തെറ്റായ ഒന്നുമോ ഈ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾ പങ്കുവച്ചിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായതിൽ കൃത്യമായ ഒരു വിശദീകരണം വരണം. ആരെയാണ് ഇത്തരത്തിൽ ഭയക്കുന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥാപകനായ അഭിജിത്ത് ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വലിയ പിന്തുണയായിരുന്നു, ജനപിന്തുണയായിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിച്ചിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിനോടൊപ്പം തന്നെ 1 കോടി ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം എക്സിലാകട്ടെ 2 ലക്ഷത്തിന് പുറത്ത് ഫോളോവേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്തരമുള്ള ജനപ്രീതി അത് ചിലർ ഭയക്കുന്നു എന്നതാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തങ്ങളുടെ ഈ മുന്നോട്ട് വെച്ച ഈ മൂവ്മെന്റിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എക്സിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വിശദീകരണം വരും മണിക്കൂറിൽ വരുമെന്നതും ഏറെ നിർണായകമാണ്. ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലാണോ അക്കൗണ്ട് മരവിപ്പിക്കാൻ കാരണമെന്ന കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. നിലവിൽ എക്സ് അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചിട്ടുള്ളത്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലഭ്യമാണ്. യുവത്വം ഒന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും ചിലരൊക്കെ വിറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ പറഞ്ഞതുപോലെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. തങ്ങൾ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സ്ഥാപകൻ പറയുന്നത്. ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് 1 കോടിയിലധികം ഫോളോവേഴ്സുമായി ഇൻസ്റ്റഗ്രാമിൽ അടക്കം ഈ പറയുന്ന CJP മൂവ്മെന്റ് ശ്രദ്ധയാകർഷിച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ മരവിപ്പിക്കൽ നടപടി, കൃത്യമായ വിശദീകരണം നൽകാതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.